ഇടുക്കി ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് എറണാകുളം മടപ്ലാത്തുരുത്ത് സ്വദേശി ആഷിഖ്. മരണം ചികിത്സയിലിരിക്കെ ആഷിഖ് ഓടിച്ച ബൈക്ക് തത്തപ്പള്ളിയിൽ വെച്ച് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കോട്ടയം വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ അന്യായമായി ഒഴിപ്പിക്കുന്നതിനെതിരെ തൊഴിലാളി യൂണിയൻ AITUC നേതൃത്വത്തിൽ വൈക്കം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ AITUC ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. M. മുകേഷ് MLA രാജി ആവശ്യപ്പെട്ട നാഷണൽ യുവജനതാദൾ കൊല്ലം ജില്ലാ കമ്മിറ്റി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊല്ലം കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അമ്മച്ചിവീട് ജംഗ്ഷൻ വഴി MLA ഓഫീസ് വരെ നീണ്ടു. യുവജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു ശ്യാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ഒഡീഷയിലെ പുരി ജില്ലയിൽ മനുഷ്യനിൽ പക്ഷിപ്പനി ബാധിച്ചതായി സംശയം. ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിൽ. രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. ഇയാളുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചു. കോട്ടയം മൂലവട്ടത്ത് വിഷാംശം ഉള്ളിൽ ചെന്ന് ഗൃഹനാഥൻ മരിച്ചത് മുപ്പായിപ്പാടം സ്വദേശി വിദ്യാധരൻ. ഇയാൾ അരളിയിലയുടെ ജ്യൂസ് കുടിച്ചെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്ന ശേഷമേ കാര്യങ്ങൾ വ്യക്തമാകൂ. തൃശൂർ എറവ് സെന്റ് തെരേസാസ് അക്കാദമിയിൽ സംഘടിപ്പിച്ച ചിൽഡ്രൻസ് മിനിസ്ട്രി കലാമത്സരങ്ങൾ സമാപിച്ചു. 16 ഇടവകകൾ ചേർന്ന് നടത്തിയ പരിപാടിയിൽ സെന്റ് ആന്റണീസ് പള്ളി ഓവറോൾ ചാമ്പ്യന്മാരായി. പരിപാടിയുടെ സമാപനം കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു.